ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 5 6-ാം അധ്യായം. ഋഷഭദേവന്റെ ദേഹവിയോഗം. രാജാവ് പറഞ്ഞു, യോഗൈശ്വര്യങ്ങളെ ഋഷഭദേവൻ അഭിനന്ദിച്ചില്ല എന്നാണല്ലോ പറഞ്ഞത്. അതിനെന്താണ് കാരണം? യോഗസിദ്ധി നിമിത്തം അദ്ദേഹത്തിൻ്റെ ജ്ഞാനാഗ്നി തടസ്സം കൂടാതെ ജ്വലിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അതിൽ കർമ്മങ്ങളെല്ലാം ദഹിച്ചിരുന്നുവല്ലോ. നിരന്തരം ആത്മജ്ഞാനത്തിൽ രമിച്ചിരിക്കുന്ന അത്തരം ആളുകളെ വ്യാമോഹിപ്പിക്കുവാനുള്ള കഴിവ് സിദ്ധികൾക്കില്ല എന്നത് വാസ്തവം തന്നെ. പുനർജന്മ മരണങ്ങൾ ഉണ്ടാക്കാനും സിദ്ധിക്ക് കഴിവില്ല. അതൊക്കെ ശരി. എങ്കിലും സ്വയമേവ വന്നു ചേർന്നതാണല്ലോ അദ്ദേഹത്തിന് സിദ്ധികൾ. അത്തരം സിദ്ധികളെ അവഗണിച്ചതിന് തക്കതായ മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരിക്കേണ്ടതല്ലേ? അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഋഷി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ചോദ്യം സംഗതം തന്നെ. എന്നാൽ ബുദ്ധിമാന്മാർക്ക് മനസ്സിന്റെ ചഞ്ചലതയിൽ വിശ്വാസമുണ്ടാകാറില്ല. വഞ്ചകനായ കിരാതനാൽ പിടിക്കപ്പെട്ട മൃഗം അവനെ വിശ്വസിക്കുകയില്ലല്ലോ. യോഗൈശ്വര്യങ്ങളെ ആദരിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് ആവക സുഖങ്ങളിലേക്ക് വീണ്ടും ആകർഷിക്കപ്പെട്ടുകൂടാ എന്നില്ലല്ലോ. വരാൻ പോകുന്ന ദോഷങ്ങളെ മുൻകൂട്ടി കാണുകയാലാണ് പ്രായേണ യോഗികൾ യോഗസിദ്ധികളെ ആദരിക്കാത്തത്. നിരതിശയ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാകയാൽ സിദ്ധികൾ കൊണ്ട് അവർക്ക് വിശേഷവിധിയായി ഒരു നേട്ടവുമില്ലതാനും. നേരം പോക്കായി സിദ്ധികളെ ആദരിക്കാം, പക്ഷേ അതിൻ്റെ ഫലം അനർത്ഥത്തിൽ ചെന്ന് ചാടലായി തീർന്നേക്കാം എന്ന് അവർ കാണുകയും ചെയ്യുന്നു. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഒന്നിലും രതി നന്നല്ല മനം ചഞ്ചലമാകയാൽ ബലവാനെന്നു ഭാവിച്ച ശിവനുമിളകി മനം. കാമാതി ശത്രുവിധേയൻ മനസ്സിൻ കെട്ടഴിച്ചവൻ ജാരനെ കൊണ്ട് കൊല്ലിപ്പൂ പതിയെ ജായ പുംശ്ചലി. കാമം കോപം മതം ലോഭം ശോകമോഹമദാദിയും വിവേകി വർജിപ്പു കർമ്മബന്ധ കാരണം ആകയാൽ. ലോകപാലന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനായിരുന്നു ഭഗവാൻ. എങ്കിലും വേഷം ഭാഷ പ്രവൃത്തി മുതലായവ കൊണ്ട് ജഡനെ പോലെ പ്രവർത്തിക്കുന്നവനായി തന്നെ പിന്നെയും കുറേ കാലം ഋഷഭദേവൻ ചുറ്റിത്തിരിഞ്ഞു. എന്നാൽ തന്നിലിരിക്കുന്ന ഈശ്വരപ്രഭാവം അന്യരുടെ മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. എങ്കിലും യോഗികൾ ദേഹം ഉപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അതിനാൽ അവസാനം അദ്ദേഹം ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പദാർത്ഥവുമില്ല എന്ന ദൃഢജ്ഞാനത്തിൻ്റെ ശക്തിയാൽ പരമാത്മാവിൽ നിലീനനായി ശരീരത്തെക്കുറിച്ചുള്ള അനുധ്യാനം തീരെ നിർത്തി അങ്ങനെ ഉപരതനായി. ശരീരത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവനായ ഋഷഭദേവൻ പിന്നെയും ലോകത്തിൽ ചുറ്റി സഞ്ചരിച്ചിരുന്നു. കൊങ്കം വേങ്കടം കുടകം എന്നീ ദക്ഷിണ കർണാടകത്തിലെ ദേശങ്ങളിൽ അദ്ദേഹം അക്കാലത്ത് കാണപ്പെടുകയുണ്ടായി. ഒടുവിൽ കുടകാദ്രിയിൽ കാണപ്പെട്ടു. ഒരു ഉപവനത്തിൽ വായിൽ കല്ലിട്ടവനും തലമുടി അഴിഞ്ഞു ചിതറുന്നവനും നഗ്നനുമായിരുന്നു ആ യാത്രികൻ. വലിയ ഒരു ചക്രം ഒരിക്കൽ അങ്ങ് തിരിച്ചു വിടുകയേ വേണ്ടൂ, പിന്നെ അത് സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമുക്ക് അനുഭവമാണല്ലോ. ഏതാണ്ട് അതുപോലെയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അങ്ങനെയിരിക്കെ ആ കാട്ടിൽ അതിവേഗത്തിൽ കാറ്റടിച്ചു. മുളകൾ കൂട്ടിമുട്ടി തീയുണ്ടായി. കാട് മുഴുവൻ ചാമ്പലായി. ഋഷഭദേവന്റെ ശരീരവും അതിൽപ്പെട്ടു. ഈ ഋഷഭദേവന്റെ ചരിത്രം കേട്ട് അർഹൻ എന്ന പേരിൽ ഭാവിയിൽ ജനിക്കുന്ന മന്ദബുദ്ധി ആ ചരിത്രം വിശദമായി പഠിക്കും. കലികാലമാകയാൽ അധർമ്മം വർദ്ധിച്ച തൻ്റെ കാലഘട്ടത്തിൽ ഋഷഭദേവനെ പോലെ ആചാരഭ്രഷ്ടനാവുകയാണ് വേണ്ടത് എന്ന് സമർത്ഥിക്കും. മാത്രമല്ല തൻ്റെ ക്ഷുദ്രബുദ്ധി ഉപയോഗിച്ച് നാസ്തികമതം പ്രചരിപ്പിക്കാൻ ഋഷഭദേവന്റെ അന്ത്യകാല ജീവിത മാതൃക ഉയർത്തിക്കാണിക്കുകയും ചെയ്യും. ഋഷഭദേവന്റെ മഹത്വം അവനെ ലേശം പോലും പ്രചോദിപ്പിക്കുകയില്ല താനും. ദക്ഷിണ കർണാടകത്തിൻ്റെ കൊങ്കം വേങ്കടം കുടകം എന്നീ ദേശങ്ങളിലെ രാജാവായിട്ടാണ് അവൻ ജനിക്കുക. അർഹൻ എന്ന ഈ രാജാവിൻ്റെ കാലത്ത് രാജപ്രേരണ കാരണം മായാമോഹിതരായ ജനങ്ങൾ വേദവിധി അനുസരിച്ച് ചെയ്തേ കഴിയൂ എന്നുള്ള സ്നാനാദികളും സ്വഭാവശുദ്ധിയും കൈവിടും. ദേവന്മാരെ തിരസ്കരിക്കും. ക്ഷുദ്രവ്രതങ്ങൾ അനുഷ്ഠിച്ച് ക്ഷുദ്രബുദ്ധികളായി മാറും. സ്നാനം, ആചമനം, ശൗചം എന്നിവ തീരെ വർജിക്കും. തല മൊട്ടയടിക്കും. അധർമ്മങ്ങളെ വർദ്ധിപ്പിക്കും. വേദത്തെയും ബ്രാഹ്മണരെയും സർവേശ്വരനെയും മഹാത്മാക്കളെയും ദുഷിക്കുന്നവരായി മാറും. വേദത്തിൽ നിന്നുടലെടുത്തതല്ലാത്ത സ്വന്തം സ്വാർത്ഥപരതയിൽ നിന്ന് രൂപം കൊണ്ട അന്ധപ്രവൃത്തികളിലൂടെ അവർ അന്ധതാമിശ്രത്തിൽ ചെന്ന് അവസാനിക്കും. ഈ അവസരം രജോഗുണമൂർത്തികളായ കാമികൾക്ക് ആ മാർഗം ശരിയല്ല എന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു. നിവൃത്തിമാർഗമാണ് ശ്രേഷ്ഠം എന്ന് കാണിച്ചു കൊടുക്കലായിരുന്നു ഋഷഭ അവതാരത്തിൻ്റെ ലക്ഷ്യം. ഭഗവാൻ ഋഷഭദേവന്റെ ആ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് പിൽക്കാലത്തെ മഹാത്മാക്കൾ പാടുകയുണ്ടായി. ഏഴാഴിചൂഴും ഭുവനത്തിലെ ദ്വീപേഴുള്ള വർഷങ്ങളിൽ വെച്ചു മുഖ്യം ജനം മുകുന്ദന്റെ ശുഭാവതാരം വർണ്ണിച്ചു പാടും.
ഭരതോർവിയത്രേ പ്രിയവ്രതർ തൻ കുലമേ യശസ്സാൽ പുനീതമാദ്യം ഹരിതൻ ജനുസാൽ നൈഷ്കർമ്മ്യധർമ്മം വഴിയുള്ള മുക്തിമാർഗം അങ്ങനെയല്ലി കിട്ടി. തുച്ഛത്വമോർത്താ മുനി കൈവെടിഞ്ഞ സിദ്ധിക്കു യജ്ഞിപ്പവരായിരിക്കെ മറ്റേത് യോഗിക്കു വിഭാവനീയം ഈ ഐഹികോന്മുക്തന് വന്ന സിദ്ധി. അങ്ങനെ വേദങ്ങൾ, ലോകങ്ങൾ, ദേവന്മാർ, ബ്രഹ്മജ്ഞാനികൾ, ഗോക്കൾ മുതലായ എല്ലാ സത്തുക്കൾക്കും പരമഗുരുവായിരുന്നു ഭഗവാൻ ഋഷഭദേവൻ. സർവദോഷങ്ങളും നശിപ്പിക്കാനും ഉതകുന്നവയാണ് മഹാമംഗളങ്ങൾക്ക് ഇരിപ്പിടമായ ആ മഹാനുഭാവന്റെ ഈ ചരിത്രം. ഏകാഗ്രഭക്തിയോടുകൂടി ഈ കഥ കേൾപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ആ കാരണം കൊണ്ട് തന്നെ സർവാശ്രയനും സ്വയം പ്രകാശനുമായ തന്തിരുവടിയിൽ അചഞ്ചല ഭക്തി ഉളവാകും. പലതരത്തിലുള്ള സംസാരക്ലേശങ്ങൾ കാരണം എന്തു നീറുന്നതാണ് ഓരോ ജീവാത്മാവിൻ്റെയും മനസ്സ്. വിവേകമുള്ളവർ ആ മനസ്സിനെ ഭഗവത് ഭക്തിയിൽ മുഴുകിക്കുന്നു. അതുവഴി അവർക്ക് പരമനിർവൃതി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ആ നിർവൃതിയിലെത്തിയവർ പിന്നെ ഇങ്ങോട്ട് വന്നു ചേരുന്ന മോക്ഷത്തെപ്പോലും ആദരിക്കുകയില്ല. കാരണം ഭഗവത് ഭക്തി തന്നെ പരമപുരുഷാർത്ഥമായി അവർക്ക് തോന്നുന്നു. രാജൻ ത്വദീയർ യദുവംശജരെന്നിവർക്കു ദൈവം പ്രിയൻ ഗുരുവുമാം ഹരിഭൃത്യനായി സേവിപ്പവർക്കു ഭഗവാനരുളുന്നു മോക്ഷം പെട്ടെന്ന് ഭക്തിയരുളാൻ മടി കാട്ടിടുന്നു. നിത്യാനുഭൂത പരമാത്മസുഖം നിമിത്തം നിഷ്കാമനായ ഭഗവാൻ ഋഷഭൻ ദയാലു ദേഹം തലോടി മരുവും മഠയർക്ക് മുക്തിദ്വാരം തുറന്നൊരഭയന്നു നമസ്കരിപ്പേൻ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.